ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമ്മൾ നാരായണീയത്തിലെ ദശകം 8-ലെ 13-ാമത്തെ ശ്ലോകം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു 21 പ്രാവശ്യമൊക്കെ നമ്മളൊരു ദിവസത്തിൽ ചൊല്ലണത് നമ്മുടെ രോഗങ്ങൾക്കെല്ലാം ശാന്തി ലഭിക്കാൻ നല്ലതാണ്, വളരെ നല്ലതാണ്. രോഗങ്ങൾക്ക് ശാന്തി. ഈ രോഗങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ വാതരോഗം അങ്ങനത്തെ രോഗങ്ങൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം, കോപം, ഇങ്ങനെയുള്ള അതും ഒരു തരം രോഗം തന്നെയാണ്. നമുക്ക് എപ്പോഴും ഉണ്ടാവണ രോഗം തന്നെയാണത്. ഇതിനെല്ലാം നമ്മൾ ഈ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമുക്ക് എപ്പോഴും നമുക്ക് വളരെ നന്നായിട്ട് ഇരിക്കാൻ സാധിക്കും. അത് കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും ഈ ശ്ലോകം ഒരു 21 പ്രാവശ്യം ഒരു ദിവസത്തിൽ ചൊല്ലാൻ ശ്രമിക്കണം. 21 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കണം. ഞാൻ ശ്ലോകം ചൊല്ലാം. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ തുമിത്തമുത്താവിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ദിവാദാലയവാസവിഷ്ണു. ഒരു പ്രാവശ്യം കൂടി ചെല്ലാം. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിത്തമുത്താപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ദിവാദാലയവാസവിഷ്ണു. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതിൽ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണ ഗുരുവായൂരപ്പ, പരബ്രഹ്മ സ്വരൂപനായ മഹാവിഷ്ണു, ഈ പാത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ ആവിർഭവിച്ച് സൃഷ്ടികർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടികർത്താവിന് വേണ്ടിയിട്ട് ബ്രഹ്മാവിനെ ആവിർഭവിച്ചുല്ലോ ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനോട്, കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ രോഗസമൂഹത്തെയും നിവാരണം ചെയ്യണം എന്നാണ് പറയണത്. എല്ലാ രോഗങ്ങളും ഇല്ലാതാക്കണം എന്ന്. നമ്മളത് ചൊല്ലണ സമയത്ത് നമ്മുടെ പുറമുള്ള രോഗങ്ങൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ദേഷ്യം, കോപം, നമുക്ക് വേണ്ടാത്ത എല്ലാ സ്വഭാവങ്ങളും, നമ്മുടെ എല്ലാ വേണ്ടാത്ത സ്വഭാവങ്ങളും നീങ്ങിക്കിട്ടുമെന്നാണ് പറയണത്. അത് കാരണം നാരായണീയത്തിലത്തെ ഈ 4 ലൈൻ നമ്മൾ ഒരു ദിവസത്തിൽ 21 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കണം. ഒരുപാട് നമ്മുടെ ജീവിതം മാറി മറിയും ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ. ഭഗവാനെ വിളിക്കല്ലാതെ നമ്മൾ ഈ കലികാലത്തിൽ എന്താണ് ചെയ്യുക? ഭഗവാനെ മനസ്സലിഞ്ഞ് വിളിക്കുക. ഓം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.